ഇസ്രയേലിൽ മരിച്ച വയനാട് കോളിയാടി സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ നൂൽപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബീനാച്ചി സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ബ്ലേഡ് മാഫിയ ശക്തിപ്പെടുന്നത് പോലീസ് നിഷ്ക്രിയത്വം കാരണമാണെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് 24-നോട് പറഞ്ഞത്. ബ്ലേഡ് മാഫിയയിലേക്കുമായി ബന്ധപ്പെട്ട് ഒരു 20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ വഴിമുട്ടിയപ്പോഴാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ ഒരു കാലത്ത് തഴച്ച് വളർന്ന ബ്ലേഡ് മാഫിയയെ ഓപ്പറേഷൻ കുബാരിയൊക്കെ നടത്തി ബ്ലേഡ് മാഫിയകളൊക്കെ നമ്മൾ നിലക്ക് നിർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും തലപൊക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അവരുടെ പിടിയാളുകളായിട്ട് അവരുടെ കടക്കണിയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം. ഈ കുടുംബത്തിൻ്റെ പരാതി ഗൗരവത്തിലെടുക്കണം. ബ്ലേഡ് മാഫിയയുടെ ഓപ്പറേഷനൊക്കെ ചില്ലറ കാര്യമല്ല. കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് AIYF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത് തന്നെയാണ് ഈ വാർത്ത നേരത്തെ കൊടുത്തത്. ഇപ്പോൾ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും ക്യാരി ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലേഡ് മാഫിയ ഒളിഞ്ഞും തെളിഞ്ഞും വയനാട്ടിൽ ശക്തിപ്പെടുന്നു എന്നുള്ള വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ? മിനിഞ്ഞാന്നാണ് നമ്മൾ ഈ വാർത്ത പ്രൈം ടൈമിൽ തന്നെ നൽകിയത്. ഇതിനെ ചൂടുപിടിച്ച് ഇന്നിപ്പോൾ മറ്റ് മാധ്യമങ്ങൾ കൂടി ഈ വിഷയം ഏറ്റെടുത്ത് പത്രങ്ങളിലടക്കം ഈ വാർത്ത സമഗ്രമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്തകളുടെ സാഹചര്യത്തിൽ നൂൽപ്പുഴ പോലീസ് സജീവമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ബീനാച്ചി സ്വദേശിയിൽ നിന്ന് മൊഴിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ വീട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 6 മാസം മുമ്പാണ് ജിനേഷിന്റെ മരണം ഇസ്രായേലിൽ സംഭവിക്കുന്നത്. ആ മരണത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഏത് സാഹചര്യത്തിലാണ് ജിനേഷ് മരിച്ചത് എന്നൊരു ഉത്തരം ബന്ധുക്കൾക്ക് കിട്ടിയിട്ടില്ല. രേഷ്മ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാർക്കടക്കം പരാതികൾ നൽകി എംബസിയിലേക്ക് കത്തയച്ചു. എന്നിട്ടും മറുപടിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് രേഷ്മയുടെ മരണം സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ മാതാവ് ജിനേഷിന്റെയും ഒപ്പം തന്നെ രേഷ്മയുടെയും മാതാപിതാക്കൾ തന്നെ ഇക്കാര്യം 24-നോട് വെളിപ്പെടുത്തി. അതായത് ബ്ലേഡ് മാഫിയയുടെ ഇടപെടൽ ഈ മരണത്തിന് പിന്നിലുണ്ടെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് അവരുടെ വെളിപ്പെടുത്തലുണ്ടായത്. 20 ലക്ഷം രൂപ ജിനേഷ് കടം വാങ്ങിയിരുന്നു. അത് വിവിധ ഘട്ടങ്ങളായി തിരിച്ചു നൽകിയതുമാണ്. ഈ ഘട്ടത്തിൽ നൽകിയ ഈ മുദ്രപത്രങ്ങളും ഒപ്പം തന്നെ ബ്ലാങ്ക് ചെക്കുകളിലും അത് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൂടുതൽ തുക എഴുതി ചേർത്ത് വലിയ ബാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള ശ്രമമുണ്ടായി. അത് അറ്റാച്ച് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സ്വാഭാവികമായും ഇതിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലുണ്ട്, പങ്കുണ്ട് എന്നുള്ളത് വീട്ടുകാർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ അതിൽ കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി മുഹമ്മദ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബം ഒരു ആക്ഷൻ കൗൺസിൽ നടപടിയിലേക്ക് രൂപീകരിക്കുകയാണെങ്കിൽ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് എത്തും. മാത്രമല്ല ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിലാണ് ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയകൾ തഴച്ചു വളരുന്നത് എന്നുള്ളതാണ് ടി മുഹമ്മദ് പറയുന്നത്. ഇതേ വാദം തന്നെയാണ് ഇപ്പോൾ AIYF രംഗത്ത് വന്നിട്ടുള്ളത്. ബ്ലേഡ് മാഫിയയുടെ ഇടപെടൽ വ്യക്തമായിട്ടും പോലീസിന്റെ നിഷ്ക്രിയത്വം അന്വേഷണം വഴിമുട്ടിക്കുകയാണെന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ AIYF അറിയിച്ചിട്ടുള്ളത്. കൃത്യമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. അന്വേഷണത്തിൽ കൃത്യതയില്ലെങ്കിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് AIYFന്റെ മുന്നറിയിപ്പ്. അത്തരത്തിൽ വിവിധ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. ഈ മരണത്തിൽ കൃത്യമായ ഒരു ഉത്തരം വേണം. ആ ഉത്തരം 2 കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ജിനേഷിന്റെ കത്തുമുണ്ട്, രേഷ്മയുടെ കത്തുമുണ്ട്. ഈ 2 കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്ന പശ്ചാത്തലമുള്ളത്. ആ കത്തിൽ പരാമർശിച്ച കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ബ്ലേഡ് മാഫിയയുടെ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, വാദങ്ങൾ അതിനകത്ത് ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം, കൃത്യത വേണം ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് വീട്ടുകാരും ഉന്നയിക്കുന്ന ആവശ്യം. മാത്രമല്ല ഇത് വീട് അറ്റാച്ച് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കരുത്. അതിനുവേണ്ടി ആ കുട്ടി ഇപ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടി അനാഥത്വത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടിയിലേക്ക് കടക്കരുത് എന്നുള്ള ആവശ്യമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പ്. എന്തായാലും ഈ ബ്ലേഡ് മാഫിയ വയനാട് പോലെയൊരു സ്ഥലത്ത് ശക്തിപ്പെടുന്നു എന്നറിയുമ്പോൾ അതിനെതിരെ കർക്കശമായ തീരുമാനങ്ങളും നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സാധാരണ ജനങ്ങളായിരിക്കും ഇതുകൊണ്ട് ഏറ്റവും വീർപ്പുമുട്ടാൻ പോകുന്നത്. അവരായിരിക്കുമല്ലോ ഇത്തരം കമ്പനികളെയൊക്കെ ആശ്രയിക്കുന്നതും പണം കടവാങ്ങുന്നതും. അപ്പോൾ സമയത്ത് പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മരണം ഉൾപ്പെടെ വിധിക്കാൻ കെൽപ്പുള്ളവരാണ് ഈ ബ്ലേഡ് മാഫിയ എന്ന കാര്യത്തിൽ സംശയമില്ല. കൊബേരയൊക്കെ ചരിത്രമായി കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ നിയമങ്ങൾ വരണം, അതല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വേണം ഇവരെ ഒതുക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.